ജീവിതത്തിൽ തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല. എന്നാൽ തെറ്റാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അത് തുടരുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും. സോ ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. ഈ മിസ്റ്റേക്സ് നിങ്ങളും ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ നിർത്താനായിട്ട് ശ്രമിക്കുക. സോ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് എല്ലാവരും ചെയ്യുന്ന 3 മെൻ്റൽ മിസ്റ്റേക്സിനെ കുറിച്ചാണ്. ഇത് നിങ്ങളെ എപ്പോഴും അൺഹാപ്പിയായും അൺമോട്ടിവേറ്റഡ് ആയിട്ടും നിലനിർത്തുന്നു. അതിലെ ആദ്യത്തെ മിസ്റ്റേക്ക് നമ്പർ 1, യൂസിങ് പാസ്റ്റ് ഫെയിലിയർ ആസ് ആൻ എക്സ്ക്യൂസ് ഫോർ നോട്ട് ട്രൈങ് അഗെയിൻ. നിങ്ങൾക്ക് ജീവിതത്തിൽ പണ്ടെപ്പോഴോ സംഭവിച്ചു പോയ ഒരു തോൽവിയെക്കുറിച്ച് ആലോചിച്ച് പിന്നെ ഒരിക്കലും ശ്രമിക്കാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഏതെങ്കിലും PSC പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട എക്സാമിൽ തോൽക്കുന്നു. അതിനാൽ തന്നെ നിങ്ങൾ പിന്നെ ഒരിക്കലും ആ ഒരു എക്സാം എഴുതാതിരിക്കുന്നത്. ഇത് പലരും നിത്യജീവിതത്തിൽ ചെയ്തു പോകുന്ന ഒരു വലിയ മിസ്റ്റേക്കാണ്. പാസ്റ്റിനെ വെച്ചുകൊണ്ട് ഫ്യൂച്ചർ ജഡ്ജ് ചെയ്യുക എന്നത്. ഈ മിസ്റ്റേക്ക് തടയാനായിട്ട് തോറ്റു കഴിഞ്ഞാലും പിന്മാറാതെ വീണ്ടും ശ്രമിക്കുക എന്ന ഉറച്ച തീരുമാനം എടുക്കുക. തോമസ് എഡിസൺ ബൾബ് കണ്ടുപിടിച്ചത് 1000 തവണ പരാജയപ്പെട്ട ശേഷമാണ് എന്നൊരിക്കലും മറക്കാതിരിക്കുക. മിസ്റ്റേക്ക് നമ്പർ 2, നോയിങ് യു ആർ ഇൻ എ ടോക്സിക് റിലേഷൻഷിപ്പ് ആൻഡ് കണ്ടിന്യൂയിങ് ഇറ്റ്. ഇന്നത്തെ ജനറേഷനിൽ പലരും ചെയ്യുന്ന ഒരു വലിയ മിസ്റ്റേക്കാണത്. ടോക്സിക് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ ഇൻക്ലൂഡ് ആവുക എന്നതും ടോക്സിക് ആണ് എന്നറിഞ്ഞിട്ടും അതിൽ നിന്ന് പിന്മാറാതിരിക്കുന്നതും. ഒരു ടോക്സിക് റിലേഷൻഷിപ്പിലാവുന്നത് നിങ്ങളുടെ ഫ്രീഡത്തെ തടഞ്ഞു വയ്ക്കുകയും ഡിപ്രഷൻ പോലെയുള്ള പല മാനസിക സംഘർഷങ്ങളിൽ നിങ്ങളെ കൊണ്ടെത്തിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ ഏറ്റവും ഭീകരമായിട്ടുള്ള അവസ്ഥ, നമ്മളൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടും അതിൽ നിന്ന് പുറത്തു കടക്കാനുള്ള കോൺഫിഡൻസ് ഇല്ലാതെ വരുന്നതാണ്. ഇത്രയും കാലം കൂടെ ഉണ്ടായിരുന്ന പേഴ്സണെ പിരിയാനുള്ള ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ ഒരു മെയിൻ റീസൺ. എന്നാൽ അതേ പേഴ്സൺ നമ്മളോട് എത്ര ടോക്സിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. സോ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു ബുക്കുണ്ട്, ദ 5 ലവ് ലാംഗ്വേജസ്. എങ്ങനെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന നല്ലൊരു ബുക്കാണത്. ആക്ച്വലി ഒരു റിലേഷൻഷിപ്പുള്ള എല്ലാവരും മസ്റ്റായിട്ടും കേട്ടിരിക്കേണ്ട ഒരു ബുക്ക് തന്നെയാണ് ഇത്. ഇതിൻ്റെ ഓഡിയോ ബുക്ക് സമ്മറി കുക്കോ FM-ൽ അവൈലബിൾ ആണ്. ഇത് മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് ബുക്ക് സമ്മറീസ് കുക്കോ FM-ൽ അവൈലബിൾ ആണ്. നമ്മളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ 50% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടും. ആൻഡ് കുക്കോ FM-നെ കുറിച്ചുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ അവരെ അറിയിക്കാവുന്നതാണ്. സോ കുക്കോ FM, നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമാണത് കേൾക്കൂ. ബാക്ക് ടു വീഡിയോ. മിസ്റ്റേക്ക് നമ്പർ 3, അവോയ്ഡിങ് യുവർ മദർ. വിൻകോൺസിൻ യൂണിവേഴ്സിറ്റി നടത്തിയ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ആളുകളോട് ഒരു മാത്സ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനെ കുറിച്ച് ഒരു പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട് പറഞ്ഞു. പബ്ലിക് സ്പീക്കിംഗ് കഴിഞ്ഞ ഉടനെ തന്നെ അവരോട് അവരുടെ അമ്മമാരെ ഫോൺ വിളിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇങ്ങനെ ഫോൺ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവരുടെ പബ്ലിക് സ്പീക്കിങ്ങിന് ശേഷം രൂപപ്പെട്ട സ്ട്രെസ് ഹോർമോൺസ് കുറയുന്നതും ഹാപ്പിനെസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓക്സിറ്റോസിൻ കൂടുന്നതായിട്ടും കണ്ടെത്തി. ദിവസവും നമ്മൾ നമ്മളുടെ അമ്മയെ കാണുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഒരു വിലയും അമ്മയോട് തോന്നണം എന്നില്ല. പലരും അവരുടെ അമ്മയോട് ദിവസവും ഒട്ടും റെസ്പെക്റ്റ് ഇല്ലാതെ അവരെ അവോയ്ഡ് ചെയ്യുന്നത് കാണാറുണ്ട്. ഇത് അവർ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്കാണ്. കാരണം നമ്മളുടെ 99% പ്രശ്നങ്ങളും സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് നമ്മളുടെ അമ്മയാണ്. നമ്മുടെ എത്ര മോശം അവസ്ഥയിലും നമ്മൾ വിട്ടുപോകാതെ കൂടെ ഉണ്ടാകും എന്ന് വിശ്വസിക്കാൻ കഴിയുന്നത് നമ്മളുടെ അമ്മയെ മാത്രമായിരിക്കും. സോ എപ്പോഴും അമ്മമാരോട് ബഹുമാനത്തോടും സ്നേഹത്തോടും മാത്രം സംസാരിക്കുക. സോ ഇത് 3 നിങ്ങൾ നിങ്ങളോട് തന്നെ ചെയ്യുന്ന 3 മെൻ്റൽ മിസ്റ്റേക്സ്. എത്രയും പെട്ടെന്ന് തന്നെ ഇത് സോൾവ് ചെയ്യുകയും ഹാപ്പി ആയിട്ട് ജീവിക്കാനായിട്ട് തുടങ്ങുകയും ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സ്ഥിരമായിട്ട് കണ്ടുവരുന്ന 3 ഹെൽത്ത് മിസ്റ്റേക്സിനെ കുറിച്ചിട്ടാണ്. മിസ്റ്റേക്ക് നമ്പർ 1, സെൽഫ് ഡയഗ്നോസിങ് വിത്ത് ദ ഇൻ്റർനെറ്റ്. നമ്മളെല്ലാവരും ഒരിക്കലും ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്കാണ് നമ്മളുടെ രോഗലക്ഷണങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തുകൊണ്ട് എന്താണ് രോഗം എന്ന് മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ എന്താണ് പരിഹാരം, എന്ത് മെഡിസിൻസ് ആണ് കഴിക്കേണ്ടത് എന്ന് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയോ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് തലവേദനിക്കുന്നത് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ചിലപ്പോൾ ബ്രെയിൻ ട്യൂമർ ആണ് എന്നായിരിക്കും ഗൂഗിളിൽ കാണിക്കുന്നത്. ഇങ്ങനെ ഗൂഗിൾ നോക്കുന്നത് നിങ്ങളെ കൂടുതൽ പാനിക് ആക്കാനും രോഗം കൂടാനും സിറ്റുവേഷൻ കൂടുതൽ വേഴ്സ് ആക്കാനും സാധ്യതയുണ്ട്. അതിനാൽ ഒരു ഹെൽത്ത് എക്സ്പെർട്ടിനെ കാണിക്കുന്നതിന് പകരം ഒരിക്കലും ഗൂഗിളിൽ സൊല്യൂഷൻ നോക്കാതിരിക്കുക. മിസ്റ്റേക്ക് നമ്പർ 2, ബീങ് സ്റ്റിങ്കി വിത്ത് സൺസ്ക്രീൻ തേക്കുക. പലരും പലപ്പോഴായിട്ടും പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ശരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ സൺസ്ക്രീൻ ഡെയിലി ഉപയോഗിക്കണമെന്ന്? എന്നാൽ കേട്ടോളൂ, സൺസ്ക്രീൻ നിങ്ങളുടെ ഡെയിലി ലൈഫിൽ ഒരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രൊഡക്റ്റാണ്. പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് സൺസ്ക്രീൻ തേക്കുന്നത് വെയിൽ കൊണ്ട് നമ്മുടെ സ്കിന്നിൻ്റെ കളർ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്ന്. എന്നാൽ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത് മൂലം സൂര്യൻ്റെ അൾട്രാ വയലറ്റ് രശ്മികൾ കാരണം നമ്മുടെ സ്കിൻ സെൽസിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുന്നു. കൂടാതെ സൺസ്ക്രീനിൽ അടങ്ങിയിരിക്കുന്ന മോയ്സ്ചറൈസർ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആവാതെ ബാലൻസ് ചെയ്ത് നിലനിർത്തുകയും ചെയ്യുന്നു. മിസ്റ്റേക്ക് നമ്പർ 3, നോട്ട് യെറ്റ് സ്റ്റാർട്ടഡ് എക്സസൈസിങ്. ദിവസവും യൂട്യൂബിൽ നിന്നും മറ്റു പല പ്ലാറ്റ്ഫോമിൽ നിന്നും
പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ദിവസവും വ്യായാമം ചെയ്യണം എന്നുള്ളത്. എന്നാൽ ഇത്രയും തവണ കേട്ടിട്ടും പലരും എക്സസൈസ് ചെയ്യാനായിട്ട് ഇതുവരെ തുടങ്ങിയിട്ടില്ല എന്നതാണ് സത്യം. അവർ അവരുടെ ഫ്യൂച്ചർ സെൽഫിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു മിസ്റ്റേക്കാണ് എക്സസൈസ് ചെയ്യാതിരിക്കുക എന്നത്. പലരും തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരാണ്, എന്നാൽ തുടങ്ങി വയ്ക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് സത്യം. സോ നിങ്ങൾക്കിത് മറികടക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഇന്ന് എപ്പോഴാണോ നിങ്ങൾക്ക് ഒരു പുഷപ്പ് ചെയ്യാനായിട്ട് സമയം കിട്ടുന്നത്, അപ്പം തന്നെ ഒരു പുഷപ്പ് ചെയ്യുക. ശേഷം നാളെയും ചെയ്യുക. പിന്നെ അത് പതിയെ 2 ആക്കുക, 3 ആക്കുക. ശേഷം പുഷപ്പിൻ്റെ കൂടെ കുറച്ച് പുള്ളപ്പ്, സ്ക്വാട്സ്, ലഞ്ചസ്, ക്രഞ്ചസ്, സിറ്റപ്സ് ഇതെല്ലാം ആഡ് ചെയ്യുക. ദിവസവും എക്സസൈസ് ചെയ്യാൻ സമയമില്ലാത്ത ഒരാളാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും ഇടവിട്ട് ചെയ്യാനായി ശ്രമിക്കുക. കാരണം നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുക എന്ന ഉത്തരവാദിത്വം നിങ്ങളുടേത് മാത്രമാണ്. സോ ഇത്രയുമാണ് പലരും ദിവസവും ചെയ്യുന്ന ചില മെൻ്റൽ ആൻഡ് ഫിസിക്കൽ മിസ്റ്റേക്സ്. നിങ്ങളിതിൽ ഏതെങ്കിലും മിസ്റ്റേക്ക് ചെയ്യാറുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അത് നിർത്താനായിട്ട് ശ്രമിക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓഫ് ഫോർ ഡേ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.